അവരോട് വിഷ് ചെയ്യാനും സംസാരിക്കാനും അവരെ മനസ്സിലാക്കാനും ഒക്കെ കഴിയുമായിരുന്നു. ഇപ്പോൾ എന്റെ വലത് കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഇടത് കണ്ണിന്റെ കാഴ്ച വളരെ കുറഞ്ഞ ഒരവസ്ഥയിൽ മാത്രം അവശേഷിക്കുന്ന നിലയിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് പോയതിനു ശേഷം ഇന്ന് വരെയുമുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ നീതിയുടെ വളരെ അകലെ നിന്നുള്ള ഒരു പ്രകാശത്തിന്റെ കിരണം പോലും കാണാൻ കഴിയാത്ത ദുരവസ്ഥയിലാണ് ഞാൻ ഉള്ളത്. എങ്കിലും ഞാൻ നിരാശനോ ദുഃഖിതനോ അല്ല. കാരണം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, ഞാൻ ഈ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ളതൊക്കെ വേദനകളും പീഡനങ്ങളും പ്രയാസങ്ങളും ഒക്കെ സഹിച്ചവരും സഹിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ആളുകളുടെ കാര്യങ്ങളാണ്. ഇതൊക്കെ ഞാനിങ്ങനെ പറയുമ്പോൾ സർവശക്തനായ നാഥൻ എന്റെ കാര്യത്തിൽ ഒരു പരീക്ഷണം തന്നാൽ യഥാർത്ഥത്തിൽ ഞാൻ ഇതിനെ ഒരു പരീക്ഷണമായി പോലും കാണുന്നില്ല, ഒരു പ്യൂരിഫിക്കേഷനാണ്. എന്നെ ഒന്ന് സ്ഫുടം ചെയ്യാൻ വേണ്ടി സർവശക്തനായ നാഥൻ തന്ന ഒരു അവസരമായിട്ടാണ് ഈ അവസരത്തെ ഞാൻ കാണുന്നത്. അങ്ങനെ ഞാനിത് ഈ കുറച്ച് പ്രയാസങ്ങളും വിഷമങ്ങളും പീഡനങ്ങളും ഒക്കെ സഹിച്ച് നിൽക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് രണ്ട് കാര്യമാണ്. ഒന്ന്, ഞാൻ അനുഭവിക്കുന്ന ഈ വേദനയുടെ ഘട്ടത്തിൽ കേരളം ഒന്നടങ്കം കേരളത്തിലെ എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരും, എല്ലാ രാഷ്ട്രീയ സംഘടനകളിൽപ്പെട്ടവരും, എല്ലാ വിശ്വാസികളും വിശ്വാസികളല്ലാത്തവരും എല്ലാവരും